നമസ്കാരം. ആയുധക്കച്ചവടത്തിൽ ചൈന കൂപ്പുകുത്തിക്കഴിഞ്ഞു. അടിപതറി ഷീ ജിൻപിങ് നെട്ടോട്ടമോടുകയാണ്. ചൈനയിൽ സംഭവിച്ച അപ്രതീക്ഷിത നീക്കം എന്താണ്? ചൈനയുടെ പ്രതിരോധ കയറ്റുമതിയിലെ വൻ തകർച്ചയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ചൈനയുടെ പ്രതിരോധ കയറ്റുമതിയിലെ ഇടിവിന് കാരണം എന്താണ്? ഉപകരണങ്ങളുടെ മോശം ഗുണനിലവാരവും വിൽപ്പനാനന്തര പിന്തുണയും നിലവിലെ ഉപഭോക്താക്കളെ പ്രകോപിപ്പിക്കുകയും സാധ്യതയുള്ള ഉപഭോക്താക്കളെ അകറ്റുകയും ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വാങ്ങുന്നവരുടെ ദുരനുഭവത്തിൽ രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ജോർദാനാണ്. ചൈനയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ നെഗറ്റീവ് ഫലം നൽകിയത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത്. അയൽരാജ്യമായ ഇറാഖിൽ 20 CH-4B ഡ്രോണുകളിൽ 8 എണ്ണം തകർന്നു. ആയുധധാരികളായ ഡ്രോണുകളുടെ വിൽപ്പന മാത്രമാണ് ചൈന മറ്റുള്ളവരെ വെല്ലുന്ന ഏക മേഖല. എന്നാൽ ഈ തരംഗം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയ പല രാജ്യങ്ങളും ഇപ്പോൾ ഇനങ്ങൾ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട്. പട്ടികയിൽ അൾജീരിയ, ഈജിപ്ത്, ഇറാൻ, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടുന്നു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചൈനീസ് പ്രതിരോധ കയറ്റുമതിയിൽ ഇടിവുണ്ടാകുന്ന പ്രവണതകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ആയുധ വിൽപ്പനയുടെ 80% ഏഷ്യൻ ബേസ്ഡ് രാജ്യങ്ങളിലാണ്. വിൽപ്പനയുടെ 17% ആഫ്രിക്കയിലെ രാജ്യങ്ങളിലേക്കാണ്. ശേഷിക്കുന്ന വിൽപ്പന മധ്യ അമേരിക്കയിലും. 60%-ലേറെയും പോകുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളിലേക്കാണ്. ചൈനീസ് ആയുധങ്ങളുടെ ഭൂരിഭാഗം ഉപഭോക്താക്കളും വില ടാഗിലാണ് ആകർഷിക്കപ്പെടുന്നത്. ചൈന വാഗ്ദാനം ചെയ്യുന്ന ആയുധങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ വളരെ വില കുറഞ്ഞതാണെന്നാണ് വെയ്പ്പ്. എന്നാൽ ചൈനീസ് ആയുധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വിൽപ്പനാനന്തര പിന്തുണയാണ്. K-8 ജെറ്റ് പരിശീലകർ, F-7 യുദ്ധവിമാനങ്ങൾ, FM-90 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മ്യാൻമറും JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിൽ ഖേദിക്കുകയാണ്. ഈ യുദ്ധവിമാനങ്ങൾ ചൈനയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന പാകിസ്ഥാനും സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് വിവരം. ചൈനയ്ക്ക് പുറത്ത് ചൈനീസ് വംശജരായ യുദ്ധവിമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേനയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വ്യോമസേനയും 150-ലധികം JF-17 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ഏകദേശം 200 യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം ചൈനീസ് ഉപകരണങ്ങളുമായി ഒന്നിലധികം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും സമീപകാലത്ത് VT-4 ടാങ്കുകളുടെ പ്രശ്നങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ പാകിസ്ഥാനും വലിയ അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ സംവിധാനങ്ങൾ ശരിയാക്കാൻ ചൈനയിൽ നിന്ന് വിപുലമായ സഹായം ആവശ്യമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തോക്ക് സംവിധാനവും വ്യോമ പ്രതിരോധ സംവിധാനവും മറ്റു പല നിർണായക സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ പാകിസ്ഥാന്റെ സുൽഫിക്കർ ക്ലാസ് ഫ്രിഗേറ്റുകൾ ഡെലിവറി സമയത്ത് പ്രവർത്തനരഹിതമായിരുന്നു. ചുരുക്കത്തിൽ മോശം ഗുണനിലവാരവും ദുർബലവും അസ്ഥിരവുമായ പ്രകടനം കാരണമാണ് ചൈനയുടെ ആയുധ കയറ്റുമതി കുറഞ്ഞത് എന്ന് അനുമാനിക്കാം. ചൈനയിൽ നിന്ന് വിശ്വസിച്ച് ആയുധങ്ങൾ വാങ്ങിയാൽ ഇത് വാങ്ങുന്ന രാജ്യങ്ങളെ അപകടത്തിലാക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ ചൈനയുടെ ആയുധ കയറ്റുമതി ഏകദേശം 4-1 കുറഞ്ഞുവെന്ന് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് ചൈനയുടെ ആയുധ കയറ്റുമതിയിൽ 2016-ലും 2020-നും ഇടയിൽ 7.8% കുറവുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിനെ അപേക്ഷിച്ച് ആഗോള വിപണി വിഹിതം 5.6%-ൽ നിന്ന് 5.2% ചുരുങ്ങി. എതിരാളികളുടെ ഓഫറുകളെക്കാൾ വില കുറവായതിനാൽ ചൈനീസ് ആയുധങ്ങളുടെ ആവശ്യം രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു. പക്ഷേ ചൈനീസ് ആയുധങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ചൈനയുടെ ഒരു വലിയ ഇടിവ് സംഭവിച്ചത്. എന്തായാലും വിപണികളിൽ ചൈനയുടെ പ്രാതിനിധ്യം കുറയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.